ഇപിക്ക് തല്ല് മുകേഷിന് തലോടൽ ഒറ്റനോട്ടത്തിൽ CPIഎമ്മിന്റെ തീരുമാനത്തെ എങ്ങനെ സംഗ്രഹിക്കാം? ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഇന്നത്തെ MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും നമ്മൾ ഉറ്റുനോക്കിയിരുന്നത് രണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് CPIഎം വിശദീകരിക്കാൻ പോകുന്നത് എന്നുള്ളതായിരുന്നു. ഒന്ന്, EP LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ചിരിക്കുന്ന നടപടി, അതെങ്ങനെ CPIഎം വിശദീകരിക്കുമെന്നുള്ളത് എല്ലാവരും രാഷ്ട്രീയ കൗതുകത്തോടു കൂടി നോക്കി നിൽക്കുകയായിരുന്നു. അതുപോലെ മുകേഷിൻ്റെ കാര്യത്തിലാണെങ്കിൽ രാജിയില്ല എന്നുള്ള തീരുമാനം എങ്ങനെയാണ് CPIഎം വിശദീകരിക്കാൻ പോകുന്നത് എന്നുള്ളത്. ആദ്യം EP കാര്യത്തിലേക്ക് വന്നാൽ, EP മുമ്പും പാർട്ടിയെ പല ഘട്ടങ്ങളിലായി പ്രതിരോധത്തിലാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രകാശ് ജാവ്ദേക്കറിൻ്റെ കാര്യത്തിലാണെങ്കിൽ EPക്ക് തെറ്റുപറ്റി എന്ന് സെക്രട്ടറി തന്നെ തുറന്നു പറയുന്നുണ്ട്. സംഘടനാപരമായി LDF കൺവീനർ എന്നുള്ള നിലയിൽ പരിമിതികൾ ഉണ്ടായി എന്ന കാര്യം തുറന്നു പറയുന്നുണ്ട്. പക്ഷേ അതിനെ ഒരു സംഘടനാ നടപടി എന്നുള്ള രീതിയിലല്ല പാർട്ടി വിശദീകരിക്കുന്നത്. നമുക്കറിയാം, ഈ കാലം വളരെ പ്രധാനപ്പെട്ടതാണ്. സമ്മേളനങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. അതിനിടയിൽ ഇങ്ങനെ ഒരു വലിയ തീരുമാനം, LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ തെറിപ്പിക്കുക എന്നുള്ളൊരു വലിയ തീരുമാനത്തിലേക്ക് CPIഎം പോകുന്നത് എന്ത് ലക്ഷ്യമിട്ടാണ്? അതിനെ എങ്ങനെയാണ് കാണേണ്ടത് ഷഫീ? റിജിത്ത്, മുകേഷിന്റെ രാജിക്കാര്യത്തിൽ തീരുമാനം അതായിരുന്നു ഇന്നത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കാര്യം. പക്ഷേ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ EP ജയരാജനെതിരെ രൂക്ഷ വിമർശനമുയർന്നു. അദ്ദേഹത്തിന് സ്ഥാനചലനം സംഭവിക്കുകയും ചെയ്തു. മാത്രവുമല്ല, ഇതടക്കമുള്ള വിഷയങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായ രൂപീകരണവുമായി ബന്ധപ്പെട്ട് സജീവവുമാണ്. ഇക്കാര്യത്തിൽ EP ജയരാജനും ചില അതൃപ്തികളുണ്ട്. പ്രത്യേകിച്ച് ഈ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ ബലിയാടാക്കുന്നു എന്നുള്ള ഒരു വാദം, അങ്ങനെ ഒരു കാര്യം അത് EP ജയരാജനുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. പക്ഷേ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. അതിൽ മുകേഷിന് തലോടലും EP ജയരാജന് തല്ലും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതീക്ഷിക്കാത്തരത്തിലൊരു നടപടി എന്നുള്ളതാണ് EP ജയരാജൻ അനുകൂലികൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. പക്ഷേ രണ്ടും രണ്ട് വിഷയമാണ് എന്നുള്ളതാണ് CPIഎം ഇക്കാര്യത്തിൽ വരുത്തുന്ന ധാരണ. അപ്പോഴും സ്ത്രീപക്ഷ നിലപാടും സ്ത്രീപക്ഷ സമീപനങ്ങളും അത് സർക്കാരിൻ്റെ മുഖമുദ്രയായി ഉയർത്തുന്ന സർക്കാരിനും CPIഎമ്മിനും LDFനും മുകേഷിന്റെ കാര്യത്തിൽ ഇരട്ടത്താപ്പ് എന്നുള്ള ഒരു അഭിപ്രായം എന്നുള്ള നിലപാട് തന്നെയാണ് പ്രതിപക്ഷം ആവർത്തിച്ചുന്നയിക്കുന്ന കാര്യം. അത് ഏതെങ്കിലും തരത്തിൽ പൊതുസമൂഹത്തിന് മുൻപിൽ ഒരു കോട്ടമായിട്ടോ ഒരു തട്ടുകേടായിട്ടോ മാറുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ മുകേഷിനെ സംരക്ഷിക്കുമ്പോൾ CPIഎം കണക്ക് കൂട്ടുന്നില്ല. പതുക്കെ വിവാദങ്ങൾ തണുത്ത ശേഷം മുകേഷിനെതിരെ ആവശ്യമെങ്കിൽ നടപടി എന്നുള്ളത് മാത്രമാണ് CPIഎമ്മിൻ്റെ ദീർഘദൂരത്തിലുള്ള ആലോചനയിൽ പോലും ഉള്ളത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയമായി EP ജയരാജനെ ഉപയോഗിക്കുന്നു എന്നുള്ള ആക്ഷേപം EP ജയരാജൻ ഉയർത്തുമ്പോൾ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ വിഷയങ്ങളിൽ, അല്ലെങ്കിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഏറ്റവും കൂടുതൽ പ്രതിസന്ധി കുരുക്കിലേക്ക് കൊണ്ടെത്തിച്ചൊരു വിഷയത്തിൽ EP ജയരാജന്റെ നടപടിയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അത് ഘടകകക്ഷികൾ ആവശ്യപ്പെടുന്നു, പ്രത്യേകിച്ച് CPI ആവശ്യപ്പെടുന്നു എന്നുള്ള ന്യായീകരണം CPIഎം മുന്നോട്ട് വെക്കുന്നു. അതേസമയം മുകേഷിന്റെ വിഷയത്തിൽ പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് കോൺഗ്രസിലെ 2 MLA-മാർക്കെതിരെ അത്തരത്തിൽ ആരോപണം ഉയർന്നപ്പോൾ അവർ രാജിവെച്ചിട്ടില്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം. പക്ഷേ ആ ആരോപണത്തെ തന്നെ ബൃന്ദാക്കാരട്ട് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പൊളിക്കുന്നുണ്ട്. കാരണം അവരങ്ങനെ ചെയ്തതുകൊണ്ട് തങ്ങൾ അങ്ങനെ ചെയ്യണോ, നമ്മൾ അങ്ങനെ ചെയ്യണോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം, വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം അത് ഇതിനോടകം തന്നെ സജീവമാക്കിയിട്ടുണ്ട് ഇടതുമുന്നണിയിൽ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മറ്റൊരു ന്യായവാദം ചില കണക്കുകളാണ്. ഇത്രയധികം ആരോപണങ്ങൾ ഇത്രയധികം ജനപ്രതിനിധികൾക്കെതിരെ ഉയർന്നപ്പോഴൊക്കെ അവരൊന്നും രാജിവെച്ചിട്ടില്ല. MLA സ്ഥാനത്ത് നിന്ന് ധാർമ്മികമായി രാജിവെച്ചിട്ട് തിരിച്ച് കുറ്റവിമുക്തനാക്കി വരുമ്പോൾ ധാർമ്മികതയുടെ പേരിൽ തിരിച്ച് ആ സ്ഥാനം കിട്ടുമോ എന്നടക്കമുള്ള ചോദ്യം, അതൊക്കെ ഇടതുമുന്നണിക്ക് ചേരുന്ന നയസമീപനങ്ങളാണോ, ഇടതുമുന്നണി നയത്തിന് അനുകൂലമായിട്ടുള്ള കാര്യമാണോ എന്നടക്കമുള്ള വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ ചർച്ചയാകും. റിജിത്ത. ശരി, ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.